ക്രിസ്തുവേശുവിന്റെ തിരുനാമത്തിന് മഹത്വം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആരംഭമായി കേട്ടത് ഇപ്രകാരമാണ്: അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവരും സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവരും. സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവൻ ഒരിക്കലും നീതിമാനായിരിക്കുകയില്ല. അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ നീതിമാനായിരിക്കും. ഇതാണ് നമ്മൾ പ്രാരംഭമായിട്ട് കേൾക്കുവാനിടയായി തീർന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരോ തന്നിഷ്ടം ചെയ്യുന്നവരോ ആയിട്ടല്ല, പിന്നെയോ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരർത്ഥവും ലക്ഷ്യബോധവും കൃതാർത്ഥതയും ഉണ്ടായിരിക്കുകയുള്ളൂ. യോനായോട് കർത്താവ് പറഞ്ഞു, നീ ചെന്ന് നിനവയിൽ ചെന്ന് പ്രസംഗിക്ക, അവരുടെ പാപം എൻ്റെ മുമ്പാകെ എത്തി. ആ പട്ടണത്തെ ദൈവം ഇല്ലാതാക്കി കളയാൻ പോവുകയാണ്. ന്യായം വിധിച്ച് ഇല്ലാതാക്കി കളയാൻ പോവുകയാണ്. കാര്യങ്ങൾ കേട്ടപ്പോ യോന പറഞ്ഞു, കർത്താവെ, ശരി, നീ പറയുന്ന വാക്ക് കേട്ട് ഞാൻ പോകാം, പ്രസംഗിക്കാം. പക്ഷെ നീ കരുണയുള്ളവനാ. അവിടെ ഒന്ന് രണ്ട് ആളുകളല്ല, അത്രയും ലക്ഷക്കണക്കിന് ആളുകളുള്ളതാ. ആ പട്ടണത്തില് ഞാൻ ചെന്ന് പ്രസംഗിച്ച് 40 ദിവസത്തിനകം നിനവെ എന്ന് പറയുന്ന പട്ടണം ന്യായം വിധിക്കപ്പെട്ട് ഇല്ലാതെ പോകും എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ കരുണയുള്ളവനാ. അവരെല്ലാവരും കൂടെ കൂടി നിലവിളിച്ച് കർത്താവെ കരുണ തോന്നണമെന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മാനസാന്തരം വന്നു കഴിഞ്ഞാൽ കർത്താവ് അനുദപിക്കും. അനുദപിച്ച് ന്യായവിധി അങ്ങ് മാറ്റും. 40 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞ ഞാനാരായി തീർന്നു? 40 ദിവസം കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ പോയി പ്രസംഗിച്ച ഞാനാരായി തീർന്നു? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരു പ്രവചനം കേൾക്കാനിടയായി തീർന്നു. ജാതിയാന്ന് തോന്നുന്നു, ജപ്പാനിലൊക്കെ ഉള്ളതാ. അവര് പ്രവചിച്ച പ്രവചനം നോക്കിയിരിക്കുക എല്ലാവരും. ആ ദിവസം അത് സംഭവിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ ഒന്നുമില്ലാതെ പോയി. അവരുടെ വാക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത നിലയിൽ ആകുന്നു എന്ന് വരെ ജനം പറഞ്ഞു. അപ്പൊ അവരുടെ മഹത്വം പോയി. ഇതാണ് യോന പറഞ്ഞത്. ഞാൻ കർത്താവിന്റെ വാക്കും കേട്ടുപോയി, പ്രസംഗിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് മാനസാന്തരം വന്നു, എന്തെങ്കിലും മാറ്റം വന്നു. കർത്താവ് ഇതങ്ങ് നിർത്തും. ശരി, നശിപ്പിക്കണ്ടെന്ന് പറയും. നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ 40 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 41ാമത്തെ ദിവസമായി. ജനം എന്നെ എങ്ങനെ നോക്കും? ഒന്നുകിൽ കള്ളപ്രവാചകനായിട്ടോ, അല്ലെങ്കിൽ വെറും വാക്ക് പറയുന്നതായിട്ടോ ഇതല്ലേ തോന്നുള്ളൂ. അപ്പോൾ വചനം നമ്മൾ അതേപോലെ തന്നെ ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒന്ന് വായിക്കണം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് വായിക്കണം. അതായത് ശമൂവേൽ ഒരു പ്രവചിച്ച്, നിങ്ങൾ ഫെലിസ്തർക്കെതിരെ യുദ്ധത്തിന് പോകണം, ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകണം. ഈ വാക്ക് കേട്ടുകൊണ്ട് ഇസ്രായേൽ പെട്ടകമൊക്കെ ആയിട്ട് പോയി യുദ്ധം ചെയ്ത് പെട്ടകം പിടിക്കപ്പെട്ടു പോയി. ഇസ്രായേൽ ജനത്തിൽ വലിയൊരു നാശം വന്ന് വലിയൊരു അനർത്ഥം അവിടെ സംഭവിക്കാനിടയായി തീർന്നു. കാരണം ആരാ? ആ 4-ാം അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. ഒന്ന് വായിക്കണം. ഇത് ആര് പറഞ്ഞിട്ടാ പോയെ? ശമൂവേൽ പ്രവാചകൻ പറഞ്ഞിട്ടാ പോയെ. അപ്പോ ഈ യുദ്ധത്തിൽ ഇത്രയും പരാജയം ഇസ്രായേലിന് വന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ ആരായി തീർന്നു? അത് പ്രവാചകന് വിഷയമല്ല. അത് ശമൂവേൽ പ്രവാചകന് വിഷയമല്ല. എന്നോട് പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇനി അവിടെ ചെന്ന് ഞാൻ കാര്യം സാധിച്ചില്ലെങ്കിൽ, നടന്നില്ലെങ്കിൽ തന്നെ ഇനി അവരെല്ലാവരും എന്നെ അപമാനിച്ചിരിക്കട്ടെ, ഒരു ദുഃഖം എനിക്കില്ല. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. ഞാൻ അന്വേഷിക്കുന്നത് ഉടയവന്റെ മഹത്വമാണ്. ഇങ്ങനെയുള്ളവന് ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളവന് മാത്രമേ ഇതിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സ്വന്തം മഹത്വം അന്വേഷിച്ച് എവിടെ ചെന്നാലും ഞാൻ പറഞ്ഞ എരിയണം, ഞാൻ പറഞ്ഞ കത്തണം, ഞാൻ പറഞ്ഞ അതുപോലെ നടക്കണം, മരിച്ചവർ എഴുന്നേൽക്കണം,
ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതേ ലക്ഷ്യത്തിന് മുമ്പോട്ട് പോകുന്നവന് എങ്ങും എത്തില്ല. എന്നാൽ സംഭവിക്കുന്നത് എന്തും ആകട്ടെ, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ത്? 110 സങ്കീർത്തനം വായിക്കുന്നത് പോലെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. അതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ യോന പറഞ്ഞതുപോലെയല്ല. യോന പറഞ്ഞതുപോലെയല്ല. വചനം അനുസരിക്കുന്നത് എനിക്ക് വിഹിതമാണ്. തുടർന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിച്ചു. അത് കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന കാര്യമാണ്. ഞാൻ മഹത്വം അന്വേഷിക്കുന്നത് ഉടയവന്റെയാണ്. ഞാൻ ഉടയവന്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത്. എന്ത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. യോന പ്രസംഗിച്ചു. ജനമെല്ലാം മാനസാന്തരപ്പെട്ട് നിലവിളിരുന്ന് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് കരഞ്ഞ് ദൈവത്തിന് അവരുടെ പ്രവൃത്തി കണ്ടപ്പോൾ അനുതാപം തോന്നി. ശരി, ന്യായവിധി മാറിപ്പോയി. യോനയുടെ ഭാവം മാറിയില്ലേ? യോനയുടെ ഭാവം മാറി. യോന കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞതിന് വല്ല വ്യത്യാസമുണ്ടോ? അപ്പൊ ആരും എടുക്കനായി? ഇപ്പൊ ആരാ പറഞ്ഞത് നടന്നേ? ആര് പറഞ്ഞത് നടന്നു? കർത്താവ് പറഞ്ഞു പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് പോയി പ്രസംഗിച്ചതിന് നീ അനുദവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് വെറുതെയായി എന്ന് പറഞ്ഞു. ഇപ്പൊ ആര് പറഞ്ഞത് നടന്നു? കർത്താവ് പറഞ്ഞു നടന്നോ? ഇല്ല, ന്യായവിധി മാറിപ്പോയി. ഞാൻ പറഞ്ഞു നടന്നോ? അങ്ങനെ തന്നെ നടന്നു. എന്ത് മിടുക്കനാന്ന് നോക്കി, എന്ത് പറഞ്ഞ എന്ത് കറക്റ്റാന്ന് നോക്കി. ആര്? യോന പറഞ്ഞത്. ശരിക്കും യോന പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവൻ പറഞ്ഞ അങ്ങനെ തന്നെ സംഭവിച്ചു, അനുദവിച്ചു. ഇപ്പൊ ഇന്ന് യോനയെ കാണുമ്പോ എല്ലാവരും എങ്ങനെയാ? ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്താവും നോക്കട്ടെ. പോയി ആ വെയിലത്ത് അവിടെ പോയി നോക്കിയിരിക്കുക. 40 എന്നോട് പറഞ്ഞത് എന്താ 40 ദിവസത്തിനകം ഇത് ഇല്ലാതായി പോകുന്ന നോക്കിയിരിക്കുക. ബുദ്ധി പഠിപ്പിക്കാൻ കർത്താവ് ഒരു ആവണക്ക് മരം കൽപ്പിച്ചാക്കി, ആശ്വസിച്ചു. പിറ്റേ ദിവസം അത് പുഴു കുത്തിക്കളഞ്ഞു. യോന കോപിച്ചു. കർത്താവ് എന്ത് കാര്യം? എങ്ങും എത്താതെ യോന ഇല്ലാതെ പോയി. ശമൂവേൽ പ്രവാചകന് വല്ല ദോഷം വന്നോ? ശമൂവേൽ പ്രവാചകന് വല്ല ദോഷം വന്നു കഴിഞ്ഞാൽ, നീ പറഞ്ഞിട്ടല്ലേ ഈ യുദ്ധത്തിന് പോയത്? ഇന്ന് ഈ യുദ്ധം പരാജയപ്പെട്ടത് നീ കാരണമല്ലേ? ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊന്നും അറിയണ്ട. എൻ്റെ ഉടയവൻ എന്നോട് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. അവന്റെ വചനം പ്രമാണിക്കുന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. തുടർന്ന് വരുന്ന ഹീനതയും മഹത്വവും അതെല്ലാം എങ്ങനെ വേണമെന്ന് അവൻ നോക്കിക്കോളും. യേശു പറഞ്ഞതുപോലെ എൻ്റെ മഹത്വം ഞാൻ അന്വേഷിക്കുന്നില്ല, എൻ്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരുത്തനുണ്ട്. ഞാൻ അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നിടത്തോളം ലജ്ജിച്ചു പോവില്ല. എത്രയേറെ ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ മഹത്വം അവന്റെ പക്കൽ നിന്നാണ്, അവന്റെ ഉണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന പ്രവൃത്തി അങ്ങ് വിടാം. നമുക്ക് സ്വന്തം പ്രവൃത്തി ഞാൻ അത് ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ, ഇതൊന്നുമില്ല. അങ്ങനെ വിട്ടാ ഉടയവൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുക. അതിനകത്തുണ്ടാകുന്ന ഹീനതയും മഹത്വം എല്ലാം ഉടയവൻ വഹിച്ചോളും. എൻ്റെ മഹത്വം, നമ്മുടെ മഹത്വം ദൈവം നോക്കിക്കൊള്ളും. കാരണം ദൈവത്തിന്റെ മക്കൾ ഹീനരായി പോകാൻ സമ്മതിക്കുന്നവനല്ല ദൈവം. അത് നമ്മൾ ദൈവത്തിന് മുമ്പാകെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് നീതിമാന്മാരായി സത്യവാന്മാരായി ജീവിപ്പാൻ ഒരവസരം തന്നിരിക്കുക. എന്താ? സ്വന്തം മഹത്വം അന്വേഷിക്കാതെ ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ നീതിമാനും സത്യവാനുമാവുന്ന മുട്ടുകളമടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മഹത്വം അന്വേഷിച്ച് ഞങ്ങൾ പലപ്പോഴും ദൈവത്തിന് വിരോധമായിട്ടും ദൈവഹിതത്തിന് വിരോധമായിട്ടും എല്ലാം ജീവിച്ച നാളുകൾ അതെല്ലാം വിട്ടുകളഞ്ഞതിന് ശേഷം കർത്താവെ, യേശുവെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു എന്ന് കർത്താവിന്റെ വചനത്തിലുള്ളതുപോലെ തന്നെ സത്യവാന്മാരായി ജീവിക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരുമാറാകണം. ഞങ്ങളുടെ മഹത്വം അന്വേഷിക്കുന്നവൻ ദൈവമാണ്. അത് തക്ക സമയത്ത് അത് മഹത്വം തരേണ്ട രീതിയിൽ കർത്താവ് ഞങ്ങൾക്ക് തരുമെന്നുള്ള ആശയിൽ തന്നെ ഞങ്ങൾ കർത്താവിലായിരിക്കാൻ ഞങ്ങളെ കരുതിക്കൊള്ളുമാറാകണം. പിന്നെ നാം മഹത്വത്തിന് പോരാകട്ടെ. സ്തോത്രം.